മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാള് മൊഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ എല്ലാം പടച്ചോനോടോതി ഖദീജയുമലിയുമൊന്നായി 10 മാസം തികഞ്ഞല്ലോ പിറന്നവൾ പാത്തുമ്മ പെണ്ണവളങ്ങ് വളർന്ന് അതിസുന്ദരമായൊരു മൊഞ്ച് ആരിലും ഹാലിലകീടും അളകാർന്നൊരു പാത്തുമ്മ നീണ്ടു ചുരുണ്ട മുടിയും തിങ്കൾ വെള്ളിയുടെ മുഖവും മുല്ലതൻ മൊട്ടുകൾ പല്ലും മങ്കമാരും ചിരി തൂകി ചന്ദനഗന്ധമേറിയും ചന്ദമമ്മേനിയെ കണ്ടാൽ എല്ലാരിലും മോഹം വിരിയും സുന്ദരിയാണവൾ പാത്തു. നാളുകളേറെ കഴിഞ്ഞു ഒരു നാളിൽ പരമേശൻ അന്ന് നേരിൽ അവളെ കാണുന്നു ആശ പെരുത്തകതാരിൽ. ഭൂമിയാളെ കൊതിച്ച് പൂമരമായി ശിവനും പൂത്തുവിടർന്നു നിന്നു പൂമണമാകെ നിറഞ്ഞു. കാറ്റിലലിഞ്ഞ സുഗന്ധം പാത്തു അറിഞ്ഞൊരു നേരം തോയിമാരൊത്തു കൂടി പൂമരം കാണുവാൻ പോയി. പൂക്കൾ പറിക്കുവാൻ പാത്തു പൂമരക്കൊമ്പിൽ പിടിച്ചു. പൂമരമാം പരമേശൻ വരി വരി പുണരുന്നേ. തോയിമാർ നാണിച്ചു നിന്നു പൂക്കുട കയ്യിൽ എടുത്തു. പോരും വഴി വക്കിൽ പാത്തു വടിത്താന്നങ്ങു നിന്നു. ഓക്കാന ഛർദിലും മേറി അത് നാട്ടിലും വീട്ടിലും പാട്ടായി. കാര്യം കുഴപ്പത്തിലായി അത് വീട്ടിൽ നിന്നും പുറത്തായി. തകർത്തിട്ട തോട്ടത്തിൽ ചെന്ന് 10 മാസം തികഞ്ഞന്ന് പാത്തുമ്മ തൻ മകനായി ബടാമൻ വാവർ പിറന്നേ. സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തായി വൈറലായ മക്കത്തെ മംഗല്യരാവ് എന്നു തുടങ്ങുന്ന ഗാനത്തിൻ്റെ വരികളാണിത്. ഈ ഗാനത്തിൻ്റെ ആദ്യ ഭാഗം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ഖദീജ ബീവിയെയും അവരുടെ മകളായ ഫാത്തിമ ബീവിയെയും കുറിച്ചുള്ള പരാമർശങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഗാനം മുന്നോട്ട് പോകുമ്പോൾ ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കഥാസന്ദർഭങ്ങൾ ഇസ്ലാമിക ചരിത്രപരമായ കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ ഗാനത്തിൽ ചരിത്രപരമായ വ്യക്തികളെ പരാമർശിക്കുമ്പോൾ തന്നെ മിത്തുകളും കഥകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഖദീജ ബീവിയുടെ, അതായത് ഖദീജത്തിൻ്റെ ഭർത്താവ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വരികളിൽ പറയുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹു അല്ല. അലി റളിയല്ലാഹു അൻഹു ആകട്ടെ പ്രവാചകന്റെ പിതൃവ്യപുത്രനും പിന്നീട് ഫാത്തിമ ബീവിയുടെ ഭർത്താവുമായിരുന്നു. ഗാനത്തിലെ വരിയിലുള്ള ഖദീജയും അലിയും ഒന്നായി എന്നത് ചരിത്രപരമായി തെറ്റാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും ഖദീജ ബീവിയുടെയും മകളാണ്. അവർ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ഗാനത്തിന്റെ മധ്യഭാഗത്ത് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെടുത്തി പറയുന്ന പൂമരമായ പരമേശൻ ഗർഭം ധരിക്കുന്നത് തുടങ്ങിയ ഭാഗങ്ങൾ ഇസ്ലാമിക വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്തതും ചരിത്രപരമായി അടിസ്ഥാനമില്ലാത്തതുമായ കഥാസന്ദർഭങ്ങളാണ്. പരമേശൻ എന്നത് ഹൈന്ദവ വിശ്വാസത്തിലെ ഒരു ദേവതാ സങ്കല്പമാണ്, അതായത് ശിവൻ. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് പ്രവാചക കുടുംബത്തിലെ ഒരു സ്ത്രീ മറ്റേതെങ്കിലും മതത്തിലെ ദേവനുമായി ബന്ധപ്പെട്ടു എന്ന സങ്കല്പം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിൽ, അതായത് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന മതമാണ്. ഫാത്തിമ ബീവിയെ ഇസ്ലാം മതത്തിൽ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് എന്ന പദവിയോടെയാണ് ആദരിക്കുന്നത്. അവരുടെ ജീവിതം വിശുദ്ധവും പ്രവാചക ചര്യകൾ പിന്തുടരുന്നതുമായിരുന്നു. ഗാനത്തിലെ പാത്തു എന്ന കഥാപാത്രത്തിന് ഉണ്ടാകുന്ന സംഭവങ്ങൾ അവരുടെ പരിശുദ്ധമായ ചരിത്രത്തിന് യോജിക്കാത്തതാണ്. ഗാനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ബടാമൻ വാവർ പിറന്നേ എന്ന വരി ശ്രദ്ധേയമാണ്. ഇത് കേരളത്തിലെ പ്രശസ്തമായ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐതിഹ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഐതിഹ്യപ്രകാരം വാവർ ശാസ്താവിൻ്റെ, അതായത് അയ്യപ്പൻ്റെ അടുത്ത സുഹൃത്തും ഭക്തനുമാണ്. പത്തനംതിട്ട ജില്ലയിലെ എരുമേലിയിലുള്ള വാവർ പള്ളി ഇതിൻ്റെ ഭാഗമാണ്. ഈ ഗാനത്തിലെ കഥയനുസരിച്ച് ഫാത്തിമ ബീവിക്ക് പരമേശനിൽ പിറന്ന മകനാണ് വാവർ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു പ്രാദേശികമായ മിത്താണ് ഇത്.
ഈ ഐതിഹ്യം മതപരമായ ഒരു വിശ്വാസമോ ചരിത്രമോ അല്ല, മറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഒരു നാടോടി കഥയും മിത്തും മാത്രമാണ്. ഇത് ചരിത്രപരമായ ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെടുത്തുന്നത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും. മക്കത്തെ മംഗല്യരാവ് എന്ന ഗാനം മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ രചിക്കപ്പെട്ട ഒരു മുസ്ലിം ഹൈന്ദവ സംയോജിത ഐതിഹ്യ കഥാഖ്യാനം ആണ്. ഇത്തരം ഗാനങ്ങളെ മാപ്പിള ഐതിഹ്യ ഗാനങ്ങൾ എന്ന് വിളിക്കാമെങ്കിലും ഇവയെ ഔദ്യോഗിക ഇസ്ലാമിക ചരിത്രമായി കണക്കാക്കരുത്. ഇത് ഒരു കലാരൂപം എന്ന നിലയിൽ മാത്രം കാണേണ്ട ഒന്നാണ്, അല്ലാതെ മതപരമായ ഒരു പ്രമാണമായോ ചരിത്രപരമായ വസ്തുതയായോ കണക്കാക്കാൻ പാടില്ല. ഈ ഗാനം പ്രവാചക കുടുംബത്തിലെ വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അതിൽ പറയുന്ന പ്രധാന കഥാസന്ദർഭങ്ങളായ ഖദീജയും അലിയുമായുള്ള വിവാഹം, പരമേശൻ പാത്തുമ്മ ബന്ധം, വാവരിൻ്റെ ജനനം എന്നിവയെല്ലാം ഇസ്ലാമിക ചരിത്രത്തിനും വിശ്വാസത്തിനും വിരുദ്ധമായ ഒരു മിഥ്യയുടെ ഭാഗമാണ്. മാപ്പിളപ്പാട്ടുകൾക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ നിർണായകമായ സ്ഥാനമുണ്ട്. ഇവയെ വെറും ഗാനങ്ങൾ എന്നതിലുപരി ഒരു സാംസ്കാരിക രേഖയായി കണക്കാക്കാം. ഒരു കാലത്ത് മാപ്പിളപ്പാട്ടുകൾ ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രധാന മാധ്യമമായി വർത്തിച്ചു. നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ നിർബന്ധ കർമ്മങ്ങൾ, അവയുടെ രീതികൾ, പ്രാധാന്യം എന്നിവ വളരെ ലളിതമായ ഭാഷയിലും ഈണത്തിലും പാട്ടുകളിലൂടെ പഠിപ്പിച്ചു. അവ പല മഹത്തുക്കളുടെയും ജീവിതത്തിലുള്ള വിശ്വാസ ദൃഢതയും ഭക്തിയും പ്രചരിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ജീവിതം, സന്ദേശം എന്നിവയെക്കുറിച്ചുള്ള മദ്ഹ് ഗാനങ്ങൾ ഇസ്ലാമിക ചരിത്രത്തെയും നബിയോടുള്ള സ്നേഹത്തെയും ജനങ്ങളിൽ ഊട്ടിയുറപ്പിച്ചു. ഖുർആനിലെയും ഹദീസുകളിലെയും സാരോപദേശങ്ങൾ, സ്വഭാവ മഹിമയുടെ പ്രാധാന്യം, പരലോക ചിന്ത തുടങ്ങിയ വിഷയങ്ങൾ ലളിതമായ പദ്യരൂപത്തിൽ മാപ്പിളപ്പാട്ടുകളിലൂടെ അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ മാപ്പിളപ്പാട്ടുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇവയെല്ലാം ചരിത്രപരമായ രേഖകളായി പണ്ഡിതർ കണക്കാക്കുന്നു. മലബാർ കലാപം, മാപ്പിള പോരാട്ടങ്ങൾ, ടിപ്പു സുൽത്താൻ്റെ പടയോട്ടങ്ങൾ തുടങ്ങിയ ചരിത്ര സംഭവങ്ങൾ തത്സമയം രേഖപ്പെടുത്തി. ഇത് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിന് എക്കാലത്തും മുതൽക്കൂട്ടാണ്. ചേരൂർ പടപ്പാട്ട് പോലുള്ള പാട്ടുകൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ തീവ്രതയും ആവേശവും വിവരിക്കുന്നു. മക്ക, മദീന എന്നിവിടങ്ങളിലേക്കുള്ള ഹജ്ജ് യാത്രകൾ, കപ്പൽ യാത്രകൾ എന്നിവയുടെ ദുരിതങ്ങളും അനുഭവങ്ങളും മാപ്പിളപ്പാട്ടുകളിലൂടെ സമൂഹത്തിന് പകർന്നു നൽകി. സ്ത്രീകളുടെ സ്ഥാനം, വിവാഹ രീതികൾ, സാമൂഹിക പ്രശ്നങ്ങൾ, പ്രാദേശിക സംഭവ വികാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകളും പല മാപ്പിളപ്പാട്ടുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. മാപ്പിളപ്പാട്ടുകൾ മുസ്ലിം സമുദായത്തിൻ്റെതാണെങ്കിലും അതിൻ്റെ ഭാഷ, ഈണം, പ്രമേയം എന്നിവ കേരളീയ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. മാപ്പിളപ്പാട്ടുകളുടെ ഭാഷയായ അറബി മലയാളം, സംസ്കൃതം, തമിഴ്, അറബി, പ്രാദേശിക മലയാളം എന്നിവയുടെ സങ്കലനമാണ്. ഇത് കേരളത്തിൻ്റെ ഭാഷാപരമായ സൗഹൃദത്തിൻ്റെ തെളിവാണ്. കർണാടക സംഗീതത്തിൻ്റെയും പ്രാദേശിക നാടോടി ഈണങ്ങളുടെയും സ്വാധീനം മാപ്പിളപ്പാട്ടുകളിൽ കാണാം. ഇതിലൂടെ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ സാധിച്ചു. സ്നേഹം, വിരഹം, സാമൂഹിക വിമർശനം, ഹാസ്യം തുടങ്ങിയ സാർവത്രിക പ്രമേയങ്ങൾ മാപ്പിളപ്പാട്ടുകളിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കാതെ കേരളീയരുടെ പൊതുവായ ആസ്വാദനത്തിൻ്റെ ഭാഗമായി മാറി. മാപ്പിള കലാരൂപങ്ങളായ കോൽക്കളി, ഒപ്പന പോലുള്ളവയുടെ ഭാഗമായി ഈ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ മറ്റു സമുദായക്കാരും ഇത് ആസ്വദിക്കുന്നു. തനതായ മാപ്പിളപ്പാട്ടുകളുടെ ശുദ്ധ പ്രകൃതം ഇതായിരിക്കെ പൊതുസമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഈ ഒരു പവിത്രത മാപ്പിളപ്പാട്ടുകൾക്ക് കൽപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിനു വിരുദ്ധമായ പ്രമേയങ്ങളും രൂപഭാവങ്ങളുമായി മാപ്പിളപ്പാട്ടുകൾ എന്ന നാമധേയത്തിൽ തന്നെ ചില പാട്ടുകൾ ഇക്കാലത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. പക്ഷേ അത് അർഹിക്കുന്ന പരിഗണന മാത്രമേ സമൂഹത്തിൽ നിന്നും ലഭിക്കാറുള്ളൂ എന്നുള്ളതും പരമാർത്ഥമാണ്. പാട്ടുകൾ വൈറലാകുകയും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയുമൊക്കെ ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാതെ അത് അതേപടി ഏറ്റുപിടിക്കുകയും എല്ലാവിധ വേദികളിലും പാടുകയും ചെയ്യാൻ മുതിരരുത് എന്നുള്ളത് ഒരു അപേക്ഷയാണ്. കാരണം ഇത് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിക്കാൻ ഇടവരികയും വരും തലമുറയുടെ സാംസ്കാരികാസ്തിത്വത്തിന് അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും എന്നുള്ള ആശങ്കയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഇതര സമുദായക്കാർ അവരുടെ സങ്കല്പമനുസരിച്ച് പാട്ടുകൾ രചിക്കുന്നതും പാടുന്നതും ഒരു പാതകമായി കാണാൻ പറ്റില്ല. അതിവിടെ ചർച്ചാ വിഷയവുമല്ല.
പക്ഷേ മക്ക, മദീന, ഖദീജ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി, മാണിക്യ മലരായ പൂവി, മഹദിയ ഖദീജ ബീവി എന്നിങ്ങനെയൊക്കെയുള്ള പാട്ടുകളുടെ കൂട്ടത്തിലേക്ക് അതിനെ അങ്ങ് ചേർത്ത് വെച്ചേക്കരുത് എന്നേ പറയുന്നുള്ളൂ. മേൽപ്പറഞ്ഞ പാട്ടുകളൊക്കെ പാടുന്ന കൂട്ടത്തിൽ അതേ വേദിയിൽ ഇത്തരം പാട്ടുകൾ പാടുകയും അരുത്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മയും മക്കളും പാടി വൈറലായ യാ റഹീമല്ലാ, തുണയേകണേ അല്ലാ എന്ന മനോഹരമായ ഗാനത്തിൻ്റെയും അത് അവർ ആലപിക്കുന്ന ദൃശ്യത്തിൻ്റെയും മനം കുളിരുന്ന അനുഭവവും അതുപോലുള്ള ഒരുപാട് പാഠാനുഭവങ്ങളും സഹൃദയ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മക്കത്തെ മംഗല്യരാവും പെട്ടെന്ന് ജനമനസ്സുകളിലേക്ക് ചേക്കേറുക സ്വാഭാവികമാണ്. എന്നാൽ ഒരു പാട്ട് വൈറലാകുമ്പോഴേക്കും ഒന്നും ആലോചിക്കാതെ അതിൻ്റെ വാലിൽ തൂങ്ങുന്ന പ്രവണത മാപ്പിളപ്പാട്ട് ഗായകർക്കും ആസ്വാദകർക്കും ഭൂഷണമല്ലെന്നും ഇത് മാപ്പിളപ്പാട്ടുകളിലൂടെ ഇക്കാലം അത്രയും സമൂഹത്തിന് എന്തു ഗുണമുണ്ടായോ തുടർന്നും അതുണ്ടാവുന്നതിന് തടസ്സമാവുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും ഇത്തരുണത്തിൽ ഉണർത്തുകയാണ്.